നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന വാർത്താസന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താസന്ധ്യയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ തീരുമാനം നാളെ. 23 MP-മാർ ഒപ്പിട്ട കത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷായ്ക്ക് കൈമാറി. 2221 കോടിയുടെ സഹായമാണ് കേരളം ആവശ്യപ്പെട്ടത്. സ്ഥിതിഗതികൾ ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിച്ചെന്ന് പ്രിയങ്ക ഗാന്ധി MP പറഞ്ഞു. The devastation that has happened in that area is complete. It is a small area in which whatever was in the way of the river, when the river changed course, it has taken away. So it is not just a question of people losing one member of a family or maybe some part of their home or some part of their life. The people who are affected have lost absolutely everything. The Prime Minister visited, he met the victims. I personally spoke to them, and even after he met them, they expressed that now he has come, maybe we will get some relief from the center. ദുരന്ത നിവാരണത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, എത്രത്തോളം പ്രതീക്ഷ വയ്ക്കണം? കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം MP-മാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? അനുജ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണാൻ നേരത്തെ നിശ്ചയിച്ചതനുസരിച്ചാണ് MP-മാർ ഇന്ന് പാർലമെന്റിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത്. കേരളത്തിൽ നിന്നുള്ള LDF-ന്റെയും UDF-ന്റെയും രാജ്യസഭ ലോക്സഭ MP-മാർ ഒന്നിച്ചാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടത്. തുടർന്ന് ഒരു നിവേദനം സമർപ്പിച്ചു. 2221 കോടി രൂപയുടെ പാക്കേജ് വയനാട് ദുരന്തത്തിനായി ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് ഈ നിവേദനം. ദുരന്തത്തിന്റെ പൂർണ്ണ ചിത്രം ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ദുരന്തത്തിലുണ്ടായ ആഘാതം പൂർണ്ണമായും വിവരിച്ചുകൊണ്ടുള്ളതാണ് ഈ നിവേദനം എന്നുള്ളത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ആശയവിനിമയം പരാമർശിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയെയും മന്ത്രിതല സംഘവും വയനാട് സന്ദർശിച്ച് ദുരന്തം നേരിട്ട് വിലയിരുത്തിയതിനെ ഈ കത്തിൽ അഭിനന്ദിക്കുന്നുണ്ട്. എന്നാൽ കേന്ദ്രം ഒരു നയാ പൈസ പോലും ഇതുവരെ ദുരന്ത നിവാരണത്തിനായി നൽകിയിട്ടില്ല, സഹായത്തിനായി നൽകിയിട്ടില്ല എന്ന കാര്യവും ഈ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള MP-മാരാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യം സംബന്ധിച്ച് തന്റെ കൈവശം നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും തന്റെ കൈവശം ഇല്ല എന്നും ഈ കേരളത്തിന്റെ സഹായം എന്നുള്ളത് അത് പരിശോധിച്ചു വരികയാണ് എന്നുമാണ് മറുപടി പറഞ്ഞത്. നാളെ ഇക്കാര്യത്തിൽ മറുപടി നൽകാമെന്നും അദ്ദേഹം ഈ കൂടിക്കാഴ്ചയിൽ MP-മാരെ അറിയിച്ചിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം അതിതീവ്ര വിഭാഗത്തിൽപ്പെടുത്തണം എന്നുള്ളതിൽ തീരുമാനം കേന്ദ്രത്തിൽ നിന്ന് നാളെ. ഉത്തർപ്രദേശിലെ സംഘർഷബാധിത പ്രദേശമായ സംഭലിലേക്ക് പുറപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും സംഘത്തെയും ഗാസിപൂർ അതിർത്തിയിൽ തടഞ്ഞു പോലീസ്. യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചതോടെ രാഹുൽ ഗാന്ധി ഡൽഹിക്ക് മടങ്ങി. പ്രതിപക്ഷ നേതാവെന്ന അവകാശം ലംഘിക്കപ്പെട്ടുവെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഉണ്ടാകുമെന്ന് അറിയിച്ചതോടെ തന്നെ ഗാസിപൂർ അതിർത്തി രാവിലെ മുതൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ചടച്ചു. സന്ദർശനത്തിന് അനുമതി നൽകാൻ കഴിയില്ലെന്ന കടുത്ത നിലപാടിലായിരുന്നു UP സർക്കാർ. ജൻപത്തിലെ വസതിയിൽ നിന്ന് 10 മണിയോടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംഭലിലേക്ക്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, UP PCC അധ്യക്ഷൻ അജയ് റായ്, കോൺഗ്രസ് MP-മാർ തുടങ്ങിയവർ സംഘത്തിൽ. ഗാസിപൂരിലെത്തിയ സംഘത്തെ UP പോലീസ് തടഞ്ഞു. സന്ദർശനം മാറ്റിവെക്കണമെന്നാവശ്യം. പിന്നാലെ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി കോൺഗ്രസ് പ്രവർത്തകരെത്തി. അനുമതി കാത്ത് വാഹനവ്യൂഹം 2 മണിക്കൂറോളം ഗാസിപൂർ അതിർത്തിയിൽ. പിന്നാലെ ഭരണഘടന ഉയർത്തിക്കാട്ടി രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തന്റെ അവകാശം ലംഘിക്കപ്പെട്ടു. ഭരണഘടനാ അവകാശങ്ങൾക്കായുള്ള പോരാട്ടം തുടരുമെന്നും രാഹുൽ ഗാന്ധി. संभल जाने की कोशिश कर रहे हैं, पुलिस मना कर रही है, अलाउ नहीं कर रही है. एज LOP मेरा अधिकार बनता है कि मैं जा सकता हूं, मगर तब भी वो मुझे रोक रहे हैं. ഒറ്റയ്ക്ക് പോകാൻ തയ്യാറായിരുന്നുവെങ്കിലും രാഹുൽ ഗാന്ധിയെ അതിനും പോലീസ് അനുവദിച്ചില്ലെന്ന് പ്രിയങ്ക ഗാന്ധി. पुलिस वालों के पास कोई जवाब नहीं है. शायद उत्तर प्रदेश की स्थिति क्या ये है कि आप इतना भी नहीं संभाल सकते, तो फिर आप इतना गर्व से क्यों कहते हैं कि लॉ एंड ऑर्डर आपने संभाल रखा है UP में? സംഭലിലേക്ക് പുറപ്പെട്ട രാഹുൽ ഗാന്ധിയെ പോലീസ് തടഞ്ഞത് ലോക്സഭയിൽ കോൺഗ്രസ് ഉന്നയിച്ചു. ഗാസിപൂർ അതിർത്തിയിൽ രാഹുലിനെ തടഞ്ഞതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി.
പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം തടഞ്ഞതോടെ സംഭൽ വീണ്ടും രാഷ്ട്രീയ ചർച്ചകളിൽ സജീവമാവുകയാണ്. നിരോധനാജ്ഞ നിലനിൽക്കുന്നതിനാൽ സംഭലിലേക്ക് ആർക്കും പ്രവേശനമില്ലെന്നാണ് UP സർക്കാരിന്റെ നിലപാട്. ഗാസിപൂരിൽ നിന്ന് ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത VG 24. അകാലിദൾ നേതാവും പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയുമായ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം. അമൃത്സറിലെ സുവർണക്ഷേത്ര കവാടത്തിൽ വെച്ചാണ് വധശ്രമം ഉണ്ടായത്. അക്രമി ഖലിസ്ഥാൻ സംഘടനയായ ദൽ ഖൽസ അംഗം നരേൻ സിംഗ് ചോരയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തി. സുരക്ഷാ വീഴ്ചയിൽ പഞ്ചാബ് സർക്കാരിനെതിരെ വിമർശനവുമായി അകാലിദൾ രംഗത്തെത്തി. തലനാരിഴയ്ക്കാണ് പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രി വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെ സുവർണക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിന് മുന്നിൽ വെച്ചായിരുന്നു വധശ്രമം. സമീപത്തേക്ക് നടന്നെത്തിയ അക്രമി വെടിയുതിർക്കുകയായിരുന്നു. ബാദലിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അക്രമിയെ കീഴ്പ്പെടുത്തി. ക്ഷേത്രകവാടത്തിന്റെ ചുവരിലാണ് 2 വെടിയുണ്ടകളും പതിച്ചത്. ഖാലിസ്ഥാൻ സംഘടന ദൽ ഖൽസ അംഗം നരേൻ സിംഗ് ചൌരയാണ് അക്രമിയെന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞു. അക്രമിക്കെതിരെ UAPA കേസ് ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത തയ്യാറെടുപ്പുകളോടെയാണ് അക്രമി എത്തിയതെന്ന് പോലീസ്. ਸਾਡੀ ਪੁਲਿਸ ਦੀ ਜਿਹੜੀ ਅਲਰਟਨੈਸ ਹੈ ਔਰ ਜਿਹੜੀ ਡਿਪਲੋਇਮੈਂਟ ਸੀ ਉਹਦੇ ਕਰਕੇ ਇਹ ਸਾਰੀ ਜਿਹੜਾ ਅਟੈਕ ਕੀਤਾ ਗਿਆ ਦੀ ਕੋਸ਼ਿਸ਼ ਕੀਤੀ ਗਈ ਅਟੈਕ ਦੀ ਉਹਨੂੰ ਫਾਇਲ ਕੀਤਾ ਗਿਆ। ਸਾਡੇ ਮੁਲਾਜ਼ਮ ਰਿਸ਼ਪਾਲ ਸਿੰਘ, ਜਸਬੀਰ ਤੇ ਪਰਮਿੰਦਰ ਇਹ 3 ਬੰਦਿਆਂ ਨੇ ਬੜਾ ਅਲਰਟਨੈਸ ਦਾ ਸਬੂਤ ਦਿੱਤਾ. അക്രമിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിന് പിന്നാലെ ബാദലിന്റെ ഭാര്യയും SADയുടെ MPയുമായ ഹർസിമ്രത് കൌർ സുവർണക്ഷേത്രത്തിലെത്തി. വൻ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായതെന്നും ആം ആദ്മി സർക്കാർ മറുപടി പറയണമെന്നും അകാലിദൾ ആവശ്യപ്പെട്ടു. ആക്രമണത്തെ കോൺഗ്രസ് അപലപിച്ചു. മുൻ അകാലിദൾ സർക്കാർ മതപരമായ കുറ്റം ചെയ്തതായി കണ്ടെത്തി സിഖ് മത കോടതിയായ അകാൽ തഖ്ത് വിധിച്ച ശിക്ഷയനുസരിച്ച് സുവർണക്ഷേത്രത്തിൽ കാവൽ ശുചീകരണ സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ മുതൽ സുഖ്ബീന്ദർ സിംഗ് ബാദലും സഹപ്രവർത്തകരും. 24 ഡൽഹി. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ ആയമാർ കുട്ടികളെ ഉപദ്രവിക്കുന്നത് സ്ഥിരം സംഭവമെന്ന് മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ. കുഞ്ഞിനെ ഉപദ്രവിച്ച സംഭവത്തിന് പിന്നാലെ കരാർ ജീവനക്കാർക്ക് കൌൺസിലിംഗ് നൽകാൻ ഒരുങ്ങുകയാണ് ശിശുക്ഷേമ സമിതി. തൈക്കാട് ശിശുക്ഷേമ സമിതിയിലേക്ക് മഹിളാ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ 2 പ്രവർത്തകർക്ക് പരുക്കേറ്റു. 2.5 വയസ്സുകാരിക്ക് നേരെ ക്രൂരപീഡനം കണ്ടെത്തിയതിന് പിന്നാലെയാണ് മുൻ ജീവനക്കാരിയുടെ പ്രതികരണം. ആയമാർ കുട്ടികളെ ഉപദ്രവിക്കുന്നത് സ്ഥിരം സംഭവമെന്ന് ജീവനക്കാരി 24നോട് പറഞ്ഞു. ഞാനവിടെ 3-4 വർഷം കൂടെ ഞാൻ അവിടെ ജോലിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ CWC അവരെയും ഞാൻ കുറ്റം പറയുന്നില്ല, സാറിനെയും കുറ്റം പറയുന്നില്ല, ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല. അവിടെ കുറ്റക്കാരായത് ഈ അമ്മമാരാണ് ഇത് കംപ്ലീറ്റും ചെയ്യുന്നത് അമ്മമാരാണ്. നിലവിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി നോക്കുന്ന എല്ലാ ആയമാർക്കും കൌൺസിലിംഗ് നൽകാനാണ് ശിശുക്ഷേമ സമിതിയുടെ തീരുമാനം. ഇവരുടെ മാനസികാരോഗ്യം ഉറപ്പിക്കാൻ ഇടവേളകളിൽ കൌൺസിലിംഗും പരിശീലനവും നൽകാനാണ് ആലോചന. പുതിയ തൊഴിലാളികളെ ജോലിക്കെടുക്കുമ്പോൾ അവരുടെ കുടുംബ പശ്ചാത്തലം പരിശോധിക്കാനും നിർദ്ദേശമുണ്ട്. അതേസമയം സംഭവത്തിൽ പ്രതിഷേധവുമായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ശിശുക്ഷേമ സമിതിയിലേക്ക് മാർച്ച് നടത്തി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജലപീരങ്കി പ്രയോഗത്തിൽ 2 പ്രവർത്തകർക്ക് പരിക്കേറ്റു. കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 3 പ്രതികളും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇവർക്ക് വേണ്ടി പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷിച്ച് മറുപടി നൽകാനാണ് സിറ്റി പോലീസ് കമ്മീഷണർക്കും ശിശുക്ഷേമ സമിതിക്കും നൽകിയ നിർദ്ദേശം. 24 തിരുവനന്തപുരം. പുതിയ MLA-മാർക്ക് നീല ട്രോളി ബാഗ് ഉപഹാരമായി നൽകി സ്പീക്കർ AN ഷംസീർ. നിയമസഭാ മാനുവലും ചട്ടങ്ങളും അടങ്ങുന്ന ബാഗ് MLA ഹോസ്റ്റലിലേക്ക് കൊടുത്തയക്കുകയായിരുന്നു. പാലക്കാട്ടെ നീലപ്പെട്ടി വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സ്പീക്കറുടെ ഉപഹാരം ചർച്ചയായി. നേരത്തെ വാങ്ങിവെച്ച ബാഗ് നീല നിറത്തിലുള്ളതായിരുന്നു എന്നാണ് സ്പീക്കറുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം. പാലക്കാട് MLA-ആയി രാഹുൽ മാങ്കൂട്ടത്തിലും ചേലക്കര MLA-ആയി UR പ്രദീപുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ദൈവനാമത്തിലും UR പ്രദീപ് സഗൗരവത്തിലും പ്രതിജ്ഞയെടുത്തു. സ്പീക്കർ AN ഷംസീറിന്റെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തോടനുബന്ധിച്ചുള്ള ആനയെഴുന്നള്ളിപ്പിൽ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. മതത്തിന്റെ പേരിൽ എന്തുമാകാമെന്ന് കരുതരുതെന്നും ജനങ്ങളുടെ സുരക്ഷയെ കരുതിയാണ് മാർഗനിർദ്ദേശങ്ങളെന്നും കോടതി ഓർമ്മിപ്പിച്ചു. കോടതിയലക്ഷ്യ നടപടിയെടുക്കാതിരിക്കാൻ കാരണങ്ങളുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ ദേവസ്വം ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി.
മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ തൃക്കേട്ട് ദിനത്തിൽ എഴുന്നള്ളിപ്പ് നടന്നതെന്നായിരുന്നു ജില്ലാ കളക്ടർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്. വനം വകുപ്പിന്റെ നിർദ്ദേശം ദേവസ്വം ഓഫീസർ പാലിച്ചില്ലെന്നും കേസെടുത്തതായും റിപ്പോർട്ടിലുണ്ടായിരുന്നു. തുടർന്നാണ് ദേവസ്വം ഓഫീസർ വിശദീകരണം നൽകാൻ കോടതി നിർദ്ദേശിച്ചത്. കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ വ്യക്തമാക്കാനും ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, P ഗോപിനാഥ് എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. കോടതിയോട് നേരിട്ടുള്ള വെല്ലുവിളിയാണ് ക്ഷേത്രം ഭാരവാഹികൾ ചെയ്തതെന്നും ബെഞ്ച് നിരീക്ഷിച്ചു. മഴ വന്നപ്പോഴാണ് 15 ആനകളെയും ആനക്കൊട്ടിലേക്ക് മാറ്റി അകലമില്ലാതെ നിർത്തിയതെന്ന വിശദീകരണം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. മേൽക്കൂരയുള്ള സ്ഥലം കുറവാണെങ്കിൽ ആനകളെ കുറയ്ക്കുകയാണ് വേണ്ടത്. ആനകളെ എഴുന്നള്ളിക്കാൻ നൽകിയ അനുമതി പിൻവലിക്കാനും കഴിയുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് എഴുന്നള്ളിപ്പെന്ന് ഉറപ്പുവരുത്താനും ലംഘിച്ചാൽ കർശന നടപടിയെടുക്കാനും ഓൺലൈനിൽ ഹാജരായ ജില്ലാ കളക്ടർക്ക് കോടതി നിർദ്ദേശം നൽകി. 24 കൊച്ചി. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ പൂജാ ബമ്പർ 1ാം സമ്മാനം കൊല്ലത്ത് വിറ്റ ടിക്കറ്റിന്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ കടയിൽ നിന്ന് സബ് ഏജന്റ് ദിനേശ് കുമാർ എടുത്ത ടിക്കറ്റിനാണ് 1ാം സമ്മാനം ലഭിച്ചത്. 12 കോടി രൂപയുടെ ഭാഗ്യശാലിയെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണ്. JC 325526 എന്ന ടിക്കറ്റിനാണ് 1ാം സമ്മാനം. 12 കോടിയുടെ 1ാം സമ്മാന ടിക്കറ്റ് യാത്ര തുടങ്ങുന്നത് കായംകുളം ലോട്ടറി സബ് ഓഫീസിൽ നിന്ന്. ലയ S വിജയൻ എന്ന ഏജന്റ് കച്ചവടത്തിനായി വാങ്ങിയതാണ് ടിക്കറ്റ്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ കടയിൽ ആ ടിക്കറ്റ് വിറ്റു. സബ് ഏജന്റ് ദിനേശ് കുമാറാണ് ടിക്കറ്റ് വാങ്ങിയത്. ഭാഗ്യശാലി ആരെന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കായംകുളം ജില്ലാ ലോട്ടറി ഓഫീസിൽ നിന്ന് വാങ്ങിയ ടിക്കറ്റാണ്. അത് വിറ്റത് ഈ കടയിലാണ്. നമ്മുടെ ജയകുമാർ ലോട്ടറി സെന്ററിന്റെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലുള്ള കൊല്ലം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലുള്ള ഈ കടയിൽ കൂടെയാണ് നമ്മൾ ആ ഭാഗ്യം വിറ്റത്. 1ാം സമ്മാനം ലഭിച്ച ടിക്കറ്റിലെ അതേ നമ്പറിലെ 4 സീരീസിനും 1 ലക്ഷം രൂപ സമാശ്വാസ സമ്മാനം ലഭിക്കും. 2ാം സമ്മാനം 5 സീരീസുകളിലെയും ഓരോ ടിക്കറ്റിന് 1 കോടി രൂപ വീതം. JA 378749, JB 939547, JC 616613, JD 211004, JE 584418 എന്നീ ടിക്കറ്റുകൾക്കാണ് 2ാം സമ്മാനം ലഭിച്ചത്. ഒരു സീരീസിലെ 2 ടിക്കറ്റുകൾ വെച്ച് 10 പേർക്ക് 3ാം സമ്മാനം 10 ലക്ഷം രൂപ വീതം ലഭിക്കും. 39.56 ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ വിറ്റഴിച്ചത്. 24 തിരുവനന്തപുരം. തിരികെ വാർത്താസന്ധിയിലേക്ക്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. കൊടകര കുഴൽപ്പണ കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീശന്റെ മൊഴി രേഖപ്പെടുത്താൻ അനുമതി തൃശൂർ CJM കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ കോടതി അനുമതി നൽകുകയായിരുന്നു. കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാകും മൊഴി രേഖപ്പെടുത്തുക. സൂരജ് സജി വിശദാംശങ്ങളുമായി. സൂരജ്, രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള അനുവാദമല്ലേ? അങ്ങനെയെങ്കിൽ മൊഴി രേഖപ്പെടുത്തൽ എപ്പോഴാകും? അനുജ, തിരൂർ സതീഷ് 24നോട് നടത്തിയ നിർണായക വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം, ഈ കൊടകര കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം തിരൂർ സതീശന്റെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് നിർണായകമായ ചില വിവരങ്ങളും രേഖകളും അടക്കം തിരൂർ സതീഷ് നൽകുകയുണ്ടായി. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ 164 പ്രകാരം രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ തന്നെ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് തൃശൂർ കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള അപേക്ഷ സമർപ്പിച്ചത്. തൃശൂർ കോടതി ഇത് തൃശൂർ CJM കോടതിയാണ് ഇത് പരിഗണിച്ചത്. ഈ അപേക്ഷ പരിഗണിച്ച കോടതിയാണ് കുന്നംകുളത്ത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ഇനി കുന്നംകുളം കോടതി സ്വാഭാവികമായും ഇത് എന്ന് രേഖപ്പെടുത്താമെന്ന് സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശം നൽകണം. എന്നാൽ മാത്രമായിരിക്കും ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുക. എന്തായാലും തിരൂർ സതീഷ് നൽകിയ മൊഴിയിൽ നിർണായകമായ ചില തെളിവുകളുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അനുവാദം നൽകണം എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘം മുന്നോട്ട് വച്ചിരുന്നത്. അത് കോടതി അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വരുന്ന ആഴ്ച തന്നെ തിരൂർ സതീശന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയേക്കും എന്നുള്ള സൂചനയാണ് നമുക്കിപ്പോൾ പുറത്തു വരുന്ന. അനുജ, കൊടകര കുഴൽപ്പണ കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീശന്റെ മൊഴി രേഖപ്പെടുത്താൻ CJM കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ അനുമതി ലഭിച്ചിരിക്കുന്നു. കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാകും മൊഴി രേഖപ്പെടുത്തുക. അടുത്തയാഴ്ച തന്നെ മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നതാണ് സൂരജ് സജി നൽകിയ വിവരം. 24നോടാണ് തിരൂർ സതീഷ് നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയത്. ആലപ്പുഴ കളർകോട് ഉണ്ടായ വാഹനാപകടത്തിൽ മരിച്ച ആയുഷിന്റെയും ദേവനന്ദന്റെയും മൃതദേഹം സംസ്കരിച്ചു. ആലപ്പുഴ കാവാലത്തെ കുടുംബ വീട്ടിലായിരുന്നു ആയുഷിന്റെ സംസ്കാരം. ദേവനന്ദന്റെ മൃതദേഹം കോട്ടയം മറ്റക്കരയിലെ കുടുംബ വീട്ടിൽ സംസ്കരിച്ചു. ഏറ്റവും അടിയിൽ കിടക്കുന്ന ഇല കൂട്ടി നേരെ ഒന്ന് പിടിക്കുമ്പോൾ
അന്ത്യചുംബനം നൽകി ജീവന് തുല്യം സ്നേഹിച്ച മക്കളെ യാത്രയാക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ നെഞ്ചു പിടയുന്നത് കണ്ടു നിന്നവരുടെയും കണ്ണുകൾ നിറച്ചു. സ്വപ്നങ്ങളെല്ലാം ബാക്കിയാക്കി കൂട്ടുകാർക്കൊപ്പം ദേവനന്ദനും ആയുഷും യാത്രയായി. കാവാലത്തെ കുടുംബ വീട്ടിൽ 10:30 ആയുഷിന്റെ സംസ്കാരം നടന്നത്. പിതൃ സഹോദരന്റെ മകനായിരുന്നു ചിതയ്ക്ക് തീ കൊളുത്തിയത്. സുഹൃത്തുക്കളും സഹപാഠികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വീട്ടിലേക്കെത്തി. ഇൻഡോറിലായിരുന്ന മാതാപിതാക്കളും സഹോദരിയും വിവരമറിഞ്ഞ് ഇന്നലെ രാത്രി തന്നെ എത്തിയിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും താമസിക്കുന്ന മറ്റക്കരയിലെ തറവാട് വീടിന്റെ വളപ്പിലായിരുന്നു ദേവനന്ദിന് ചിതയൊരുക്കിയത്. പിതൃ സഹോദരന്റെ മക്കളാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. മലപ്പുറത്തായിരുന്ന മാതാപിതാക്കൾ അപകട വാർത്ത അറിഞ്ഞ ഉടനെ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. ദേവനന്ദിനും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. അപകടത്തിൽ മരിച്ച മറ്റു 3 വിദ്യാർത്ഥികളുടെയും സംസ്കാര ചടങ്ങുകൾ ഇന്നലെ നടന്നിരുന്നു. 24 കോട്ടയം. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ കാർ ഉടമ ഷാമിൽ ഖാനെതിരെ നടപടിക്കൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ്. റെന്റ് കാർ ലൈസൻസും പെർമിറ്റും ഇല്ലാതെ നിയമവിരുദ്ധമായാണ് വിദ്യാർത്ഥികൾക്ക് വാഹനം വാടകയ്ക്ക് നൽകിയത് എന്നാണ് കണ്ടെത്തൽ. ഷാമിൽ ഖാന്റെ മൊഴി രേഖപ്പെടുത്തിയ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO ഉടൻ കോടതിക്ക് റിപ്പോർട്ട് കൈമാറും. ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുൻപാകെ മോട്ടോർ വാഹന വകുപ്പ് സമർപ്പിച്ച റിപ്പോർട്ടിൽ അപകടത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് വാഹനത്തിന്റെ കാലപ്പഴക്കമാണ്. ആന്റി ബ്രേക്കിംഗ് ലോക്ക് സിസ്റ്റം ഇല്ലാത്ത വാഹനമായതുകൊണ്ടാണ് ബ്രേക്ക് ചെയ്തതിനു ശേഷവും കാർ ഇത്രയുമധികം റോഡിൽ നിന്ന് എതിർദിശയിലേക്ക് തെന്നിമാറാൻ കാരണം. മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് മുൻപിൽ വാഹനത്തിന്റെ രേഖകളുമായി ഉടമ ഷാമിൽ ഖാൻ ഹാജരായി. വാടകയ്ക്കല്ല, മരിച്ചവരിൽ ഒരു വിദ്യാർത്ഥിയുമായുള്ള സൗഹൃദത്തെ തുടർന്നാണ് വാഹനം നൽകിയതെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് കാർ ഉടമ. എൻ്റെ സുഹൃത്ത് കൊണ്ടുപോയി ഇതുപോലെ ആക്സിഡൻറ്റിൽ പറ്റി അത്യാവശ്യം സിനിമയ്ക്ക് പോകാനായിട്ട് കൊണ്ടുപോയതാണ്. രാത്രി തന്നെ വണ്ടി എത്തിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോയത്. എന്നാൽ ഇയാൾ നിയമവിരുദ്ധമായി വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്ന ആളാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനായി കൂടുതൽ തെളിവ് ശേഖരണം നടത്തും. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിയുടെ മൊഴിയെടുക്കും. കുട്ടികളുടെ ലൈസൻസ് പോലും ഇയാൾ പരിശോധിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഫോണിൽ ലൈസൻസിൻ്റെ കോപ്പി കാണിച്ചു എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന് മനസ്സിലായത്. കാരണം മരിച്ചുപോയൊരു കുട്ടിയുടെ ഫോണിൽ അയാളുടെ ലൈസൻസാണ്. അബ്ദുൾ ജബ്ബാർ എന്ന് പറയുന്ന ആളുടെ ഫോണിൽ അയാളുടെ ലൈസൻസ് കണ്ടു എന്നാണ് ഈ വാഹന ഉടമ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളും ദൃക്സാക്ഷി മൊഴികളും പരിശോധിച്ചതിൽ നിന്ന് KSRTC ഡ്രൈവറിന്റെ ഭാഗത്ത് കുറ്റമില്ലെന്നാണ് പോലീസ് കണ്ടെത്തൽ. എന്നാൽ പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ ഡ്രൈവറെ പ്രതി ചേർത്തിട്ടുണ്ട്. അതേസമയം വാഹനമോടിച്ച മെഡിക്കൽ വിദ്യാർത്ഥി ഗൗരി ശങ്കറിന്റെ ലൈസൻസ് റദ്ദാക്കും. അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന മെഡിക്കൽ വിദ്യാർത്ഥി ആൽവിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചികിത്സയിൽ കഴിയുന്ന മറ്റ് 4 വിദ്യാർത്ഥികളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടുവെന്ന് മെഡിക്കൽ ബോർഡ് അറിയിച്ചു. 24 ആലപ്പുഴ. വീണ്ടും വാർത്താസന്ധ്യയിലേക്ക്. മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത് വഴിയിൽ കുടുങ്ങി. ഷൊർണൂരിനും വള്ളത്തോൾ നഗറിനും ഇടയിൽ 45 മിനിറ്റായി ട്രെയിൻ കിടക്കുകയാണ്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, ഇതെന്താണ് കാരണം? സാങ്കേതിക തകരാറ് വല്ലതുമുണ്ടോ? റെയിൽവേയുടെ വിശദീകരണം എന്താണ്? അനുജ, 5:50 ഷൊർണൂരിൽ നിന്ന് പുറപ്പെടേണ്ട വന്ദേ ഭാരത് എക്സ്പ്രസ് ഏതാണ്ട് 40 മിനിറ്റോളമായി ഇപ്പോൾ നിശ്ചലമായി കിടക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5:50 അവിടെ നിന്ന് പുറപ്പെടേണ്ടതായിരുന്നു. ചില യാത്രക്കാർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നമ്മെ അറിയിച്ചിരുന്നു. അവർ പറഞ്ഞത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ദേ ഭാരത് ട്രെയിൻ തിരുവനന്തപുരത്തേക്കുള്ള വന്ദേ ഭാരത് അല്പദൂരം മുന്നോട്ട് പോവുകയും പൊടുന്നതിന് തന്നെ സ്റ്റോപ്പ് ആവുകയും തിരിച്ച് സ്റ്റേഷനിൽ തന്നെ ഈ ട്രെയിന് സ്റ്റക്ക് ആവുകയുമായിരുന്നു എന്നാണ്. ഇതുവരെ അത് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് 40 മിനിറ്റോളമായി യാത്രക്കാർ ഇതിനകത്ത് തുടരുകയാണ്. ഞാൻ നിഖിലിലേക്ക് എത്താം. ഇപ്പോൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അഡ്വക്കേറ്റ് സജൽ ടെലിഫോൺ ലൈനിലുണ്ട്. തത്സമയം ചേരുകയാണെന്ന് കരുതുന്നു. അഡ്വക്കേറ്റ് സജൽ, ഇപ്പോൾ ഇത് 45 മിനിറ്റായിട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. എവിടെയാണ് ട്രെയിൻ കിടക്കുന്നത്? നിങ്ങളോട് എന്തെങ്കിലും റെയിൽവേ പറയുന്നുണ്ടോ കാരണം?
അല്ല, റെയിൽവേ സാങ്കേതിക തകരാറാണെന്നാണ് പറയുന്നത്. 45ഓളം മിനിറ്റ് കഴിഞ്ഞു. ഷൊർണൂർ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ജസ്റ്റ് യാത്ര തുടങ്ങുമ്പോഴാണ് ഇത് ബാറ്ററി ഫെയിലിയർ ആണെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. 45ഓളം മിനിറ്റായി ഇപ്പോൾ ഇങ്ങനെ ഇവിടെ നിശ്ചലമായി കിടന്നിട്ട്. തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനാണല്ലേ? അതെ, തിരുവനന്തപുരം. അപ്പൊ നിങ്ങളിത് കൃത്യമായി തന്നെ റെയിൽവേയുടെ വിശദീകരണം എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നതാണോ ഇത്? അല്ല, അവർ അതൊരു അനൗൺസ്മെന്റ് നടത്തിയിരുന്നു, സാങ്കേതിക തകരാറുണ്ടെന്ന്. 10 മിനിറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ 45ഓളം മിനിറ്റായി. 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 45ഓളം മിനിറ്റായി. ഇതിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇലക്ട്രിസിറ്റി ഫെയിൽ ആവുന്നുണ്ട്. അപ്പോ ഡോറൊന്നും ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല. അപ്പൊ അങ്ങനെ കുറച്ച് സമയം നീണ്ടുപോയാൽ പാനിക്കാവാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതപ്പോ ആരെങ്കിലും അതിലൊരു അടിയന്തരമായ ഇടപെടൽ നടത്തുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? തകരാറ് പരിഹരിക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. സ്റ്റാഫുകൾ ശ്രമിക്കുന്നതായി കാണുന്നുണ്ട്. സത്യത്തിലേക്ക് പലർത്താവെന്ന് മനസ്സിലാവുന്നില്ല. ബാക്കിലിപ്പോ നിശ്ചലമായി കിടക്കുകയാണ്. അതെ, ഇത്രയും സമയം ഇതിൽ നിശ്ചലമായി കിടക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ നിറയെ യാത്രക്കാരുള്ള, താങ്കൾ ഇരിക്കുന്ന ഇടത്തൊക്കെ നിറച്ച് യാത്രക്കാരാണോ? തീർച്ചയായിട്ടും. എന്താ പറയാ, എല്ലാ ബോഗിയിലും യാത്രക്കാരാണ്. കുട്ടികളുണ്ട്, അങ്ങനെ വയസ്സായ ആളുകളുണ്ട്, എല്ലാവരും ഉണ്ട്. അവർക്ക് ഇറങ്ങി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരിടത്ത് വല്ലതുമാണോ? എവിടെയാണ് ഈ ട്രെയിൻ കിടക്കുന്നത്? ഷൊർണൂരിനും വള്ളത്തോൾ നഗറിനും ഇടയിൽ എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഷൊർണൂർ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ആ പാലത്തിലേക്ക് കയറുന്ന സ്ഥലത്താണെന്ന് തോന്നുന്നു. അതെ, വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഇല്ല. ഇല്ല. ഡോർ അവിടുന്ന് സെൻട്രലൈസ്ഡ് ഓപ്പറേഷൻ ആയതുകൊണ്ട് ഡോർ നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല. ഡോർ തുറക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എന്താണ് നിങ്ങൾ ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ ഒരു റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം തേടുകയോ മറ്റോ ചെയ്തോ അഡ്വക്കേറ്റ് സജൻ? തീർച്ചയായിട്ടും വേണം. ഇപ്പൊ 50 മിനിറ്റ് കഴിഞ്ഞു, 1 മണിക്കൂറിലേക്ക് അടുക്കുകയാണ്. അതെ, ഇതൊന്ന് ഓപ്പൺ ചെയ്ത് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമെങ്കിൽ ആക്കിയാൽ തന്നെ നല്ലതായിരുന്നു. അത് താങ്കൾ ബോഗി അതിനുള്ളിലേക്കൊന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ, അതിൽ നിറയെ യാത്രക്കാരുണ്ട് എന്ന് പറഞ്ഞല്ലോ, ഒന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. ആ ക്യാമറയൊന്ന് ഇതാണിപ്പോ നിലവിലത്തെ സാഹചര്യം. ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് പവർ കട്ടാവുന്നുണ്ട്. അതെ, പവർ കട്ടാവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ. ഇതില് ഈ വാതിൽ തുറക്കാൻ പറ്റാതെ ഇതിൽ സ്റ്റക്കായിരിക്കുന്നു എന്ന് പറയുന്നു. പവർ കട്ടാവുന്നുണ്ട്. ഞാനൊക്കെ എറണാകുളത്ത് ഇറങ്ങേണ്ടവരാണ് കൂടുതലും. അപ്പൊ എന്താ സംഭവം എന്ന് അറിയില്ല. ഇത് ഇൻ ബിറ്റ്വീനാ കിടക്കുന്ന, പ്ലാറ്റ്ഫോം ഒന്നും ഇല്ല. അതെ, അപ്പൊ എന്താണ് സംഭവം എന്ന് അറിയില്ല. അവര് പറയുന്ന 10 മിനിറ്റ് കൊണ്ടൊക്കെ ആവുമെന്നാ പറയുന്നത്. ഇത് ഷൊർണൂര് കഴിഞ്ഞിട്ടാണ്. നമുക്ക് ഡോർ തുറക്കാൻ പറ്റാത്ത കാരണം പുറത്തേക്ക് ഇറങ്ങാനൊന്നും നിവൃത്തിയില്ല. എനിക്ക് തൃശ്ശൂരാണ് ഇറങ്ങാനുള്ളത്. അപ്പൊ ഇറങ്ങി പോവാന്ന് ചോദിച്ചാലും അത് നടക്കുന്ന കാര്യമല്ല. ഇത് ആദ്യമായിട്ടാണ് ഞാൻ വന്ദേ ഭാരതിൽ ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യുന്ന ആളാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്നും പറ്റുന്നത്. ഇതൊന്ന് ഡോറ് തുറന്നിരുന്നെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യാമായിരുന്നു, ഇറങ്ങാനൊന്നും ചെയ്യാമായിരുന്നു. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല കേട്ടോ. ഇത് ട്രെയിനിനകത്ത് വെച്ച് നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് അവരുടെ ഓപ്പറേറ്റേഴ്സ് മറ്റ് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റും. ടിടിമാര് വല്ലതും നിങ്ങളുടെ സമീപത്തുണ്ടോ? ഇവിടെ എല്ലാവരും ഇപ്പൊ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട് എല്ലാവരും. അവരൊക്കെ അതിനു വേണ്ടി ശ്രമിച്ചതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ സാങ്കേതിക തകരാറ് ടിടിമാരെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ലോ. പറയുന്നുണ്ട് ട്രെയിനിൽ 10 സ്റ്റാഫ് ഉണ്ട്. മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത് ആണ് വഴിയിൽ കുടുങ്ങിയിരിക്കുന്നത്. ഷൊർണൂരിനും വള്ളത്തോൾ നഗറിനും ഇടയിൽ 45 മിനിറ്റായി ട്രെയിൻ കുടുങ്ങിക്കിടക്കുകയാണ്. സാങ്കേതിക തകരാറാണ്, അത് ഉടൻ പരിഹരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ 50 മിനിറ്റിലേക്ക് അടുക്കുകയാണ്. ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവർക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്ലാറ്റ്ഫോം ഒന്നും ഇല്ലാത്ത ഇടത്താണ് ഇവർ കിടക്കുന്നതെങ്കിൽ പോലും ഡോർ ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല എന്ന വലിയ പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട്. ഏതായാലും ഈ പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കപ്പെടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.
വാർത്താ സന്ധ്യ അവസാനിക്കുകയാണ്.